നവവരൻ അടിച്ചു പോക്കുറ്റിയായി. വിവാഹം മുടങ്ങി. അമേരിക്കയിൽ നിന്ന് ഫുൾ സൂട്ടിലാണ് എയർപോർട്ടിൽ വന്നത്. രാവിലെ തന്നെ വിവാഹത്തിന് റെഡിയായി. കോഴഞ്ചേരി തടിയൂരിലാണ് സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ജോലിയുള്ള വരൻ വിവാഹം നിശ്ചയിച്ചു. വധുവിൻ്റെ ആൾക്കാർ വളരെ സന്തോഷത്തോടെ തടിയൂർ പള്ളിയിലെത്തി. വൈദികനുണ്ട്, വധുവിൻ്റെ ആൾക്കാരെല്ലാവരും ഉണ്ട്. അവർ വരനെ പ്രതീക്ഷിച്ച പള്ളിയിൽ നിന്നു. ഈ സമയത്ത് ഫുൾ സൂട്ടണിഞ്ഞ് വരൻ കാറിൽ വന്നു. കാറിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്നു. വധുവും ആ വീട്ടുകാരും നാട്ടുകാരും എല്ലാം നോക്കി നിന്നു. കുറേ സമയമെടുത്ത് കാറിൻ്റെ പിൻസീറ്റിൽ നിന്ന് അയക്കൊന്ന് ഇറങ്ങാൻ. തറയെ കാല് ഉറയ്ക്കുന്നില്ല. ആൾ ഫുൾ സൂട്ടിലാണ്. പള്ളിയിലേക്ക് വന്നു. വെച്ച് നടന്ന് പള്ളിയുടെ കവാടത്തിലെത്തി. അച്ഛനിത് കണ്ടു, വധു കണ്ടു, വധുവിൻ്റെ ബന്ധുക്കൾ കണ്ടു. അച്ഛനുമായിട്ട് കലഹിച്ചു. ഇയാൾ മദ്യപിച്ചിരുന്നു. ഒരു ധൈര്യത്തിന് വേണ്ടി, ഒരു ഓളത്തിന് വേണ്ടി മദ്യപിച്ചെന്നാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. രാവിലെ മുതൽ അല്പം അടിക്കാൻ തുടങ്ങി. അടിച്ച് പൂസായി. അതിനുശേഷം വിവാഹത്തിന് വന്നു. ആ വിവാഹം അലമ്പി അച്ഛനെ തെറി വിളിച്ചു. അവിടെ കൂടിയവരുമായിട്ട് വഴക്കായി. പോലീസ് വന്നു. വരൻ്റെ ഭാഗം, വരൻ്റെ പ്രവൃത്തി ഒക്കെ പോലീസ് നേരിട്ട് കണ്ടു. കള്ളു കുടിച്ച് പൂസായി. പോലീസ് ആക്ട് പ്രകാരം കുറ്റം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അറസ്റ്റ് ചെയ്തു. ഏതായാലും വധുവിൻ്റെ വീട്ടുകാർക്ക് തടസ്സം ഉണ്ടായില്ല. ഇയാൾ ഈ സ്വഭാവക്കാരനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അമേരിക്കയിലാണ്, വിദേശത്താണ്. അവരവിടെ എന്താ ചെയ്യുന്നത്, അവരുടെ നടപ്പെന്താണ് എന്ന് നമുക്കറിയില്ല. ഇതൊരു പാഠമാകണം മലയാളികൾക്ക്. ധാരാളം പേര് ഉണ്ട്. അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും മലയാളി എത്തിക്കഴിഞ്ഞു. അവിടെ എന്താണ് ചെയ്യുന്നത്, അവിടെ ട്രക്കേഴ്സ് നടക്കുകയാണോ, മദ്യപിക്കുന്ന ആളാണോ ഒന്നും നമുക്കറിയില്ല. 4 കാലം നടക്കുന്ന ആളാണോ നമുക്കറിയില്ല. അങ്ങനെ ഒരു വെരിഫിക്കേഷൻ നമുക്ക് ഇവിടെ ഇരുന്ന് അവിടെ നടത്താൻ ഒക്കില്ല. വിദേശത്തായപ്പം രണ്ടും കൽപ്പിച്ച് നമ്മൾ വാക്ക് കൊടുക്കും, കൈ കൊടുക്കും. പയ്യന് വിദേശത്ത് ജോലി, ഇഷ്ടംപോലെ പണം വരും, മാക്കുവാടെ മകൾ പോകും, മകളും വിദേശത്ത് ജോലിയാകും. ഈ ഒരു പ്രതീക്ഷയിലാണ് മാതാപിതാക്കൾ ഇങ്ങനെയുള്ള വിവാഹത്തിന് മുതിരുന്നത്. എന്തായാലും തടിയൂരെ ആ വധുവിൻ്റെ വീട്ടുകാർക്ക് തെറ്റി. ഏതായാലും പോലീസ് വരനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി. അതിന് വധുവിൻ്റെ വീട്ടുകാർക്ക് തടസ്സമില്ലായിരുന്നു. അവരാ കല്യാണം വേണ്ടാന്ന് വെച്ചു. വിവാഹത്തിന് എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായി. ഒരു ഒത്തീർപ്പ് വന്നു. വരൻ്റെ വീട്ടുകാരുമായിട്ട് 6 ലക്ഷം രൂപ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം വധുവിന് കൊടുക്കാവുന്ന സമ്മതിച്ചാണ് ആ തീരുമാനം. ആ വധുവും വീട്ടുകാരും ആ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. കാരണം വിദേശത്ത് നിന്ന് വന്ന ഓഫർ രണ്ടും കൽപ്പിച്ച് ചിലപ്പോൾ നമ്മളങ്ങ് സ്വീകരിക്കും. ധാരാളം പേർക്ക് ഇതുപോലെ ബാഡായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും വന്ന് ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, വിദേശത്ത് ജോലിയുള്ള സ്ത്രീകൾ ഡ്രഗ്സ് അടിച്ച് പോക്കുറ്റിയായിട്ട് നടക്കുന്ന കാണാം. അവർ നാട്ടിൽ വന്ന് അതേ പ്രവൃത്തി ചെയ്തു. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അമേരിക്കയിലെ ജോലി ലഭിക്കും എന്ന് കരുതി പത്തനംതിട്ടയിൽ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. കല്യാണം ഉറപ്പിച്ചു, അയാൾ അമേരിക്കയിൽ പോകാൻ. പക്ഷേ ഭാര്യ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാ ദിവസവും അടിച്ചു പൂക്കുറ്റിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അയാൾ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി. 6 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിലെത്തി. പിന്നീട് ആ ബന്ധം ഉപേക്ഷിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം അനുഭവങ്ങൾ ഇതുപോലെ നമുക്കുണ്ട്. ഏതായാലും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളായ സ്ത്രീകളും ശ്രദ്ധിക്കണം. നിങ്ങളെ ആശ്രയിച്ച്, നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നാട്ടിലുണ്ട്, നിങ്ങളുടെ സഹോദരങ്ങൾ നാട്ടിലുണ്ട്. ദയവായി അവിടെ പോയി നിങ്ങൾ ജോലി ചെയ്യുക. ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സഹായം വീട്ടുകാർക്ക് കൊടുക്കുക. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാനുള്ള ശ്രമം നടത്തണം. നിങ്ങൾ മദ്യത്തിനും ഡ്രഗ്സിനും അടിമയാകരുത്. ധാരാളം സ്ത്രീകൾ അടിമയായി കാണുന്നുണ്ട് ഞാൻ. കാരണം അങ്ങനെയുള്ള ചുറ്റുപാടിലെ കുടുംബാന്തരീക്ഷത്തിൽ നമുക്ക് ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ പുരുഷനും കഴിയില്ല, സ്ത്രീക്കും കഴിയില്ല. രണ്ടിലൊരാൾ ഈ മദ്യപാനത്തിനും ഡ്രഗ്സിനും വിധേയമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്
ആ കുടുംബത്തിൻ്റെ അന്തഃഛിദ്രമാണ്. 2 കുടുംബങ്ങൾ തകരാറിലാകുകയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ആർക്കും വിവാഹം കഴിച്ചാലും കുട്ടികൾ ആവശ്യമില്ല, കുട്ടികൾ വേണ്ട എന്നാണ്. 30, 35, 40 വയസ്സ് കഴിയുമ്പം ഒരു ചിന്ത വന്നിട്ട് കുട്ടികൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഓരോ ഡോക്ടർമാരുടെ പുറകെ ചികിത്സയായിട്ട് നടക്കുന്ന കാഴ്ചയാണ്. അതുതന്നെ വിവാഹം കഴിക്കാൻ പലരും ഇപ്പം തയ്യാറാകുന്നില്ല, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും. 10, 30, 35, 38, 40 വയസ്സുള്ള ആൾക്കാരെ എനിക്കറിയാം, ധാരാളം പേര്. പക്ഷേ ഒരു 50 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പം അവശരാവും, അവർക്ക് അസുഖം വന്നു, അവർക്ക് നടക്കാൻ മേല, വരുമാനം കുറയുന്നു, ആശ്രയിക്കാൻ ആളില്ല, അപ്പനും അമ്മയൊക്കെ മൺമറഞ്ഞു കഴിഞ്ഞു, 56 വയസ്സിലെത്തി, അനാഥനായി, മക്കളും ഭാര്യയുമില്ല, സംരക്ഷിക്കാനും ആളുമില്ല. ഒരസുഖം വന്നാൽ കിടപ്പാണ്, പെട്ടെന്ന് മൺമറഞ്ഞു പോകും. ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ പ്രാചീന കാലം മുതൽ ഇന്ത്യയുടെ പൈതൃകം പോലെ നമ്മളെല്ലാവരും ആ കുടുംബാന്തരീക്ഷത്തിൽ വളരും. കുടുംബാന്തരീക്ഷത്തിൽ ഭാര്യയും മക്കളും ഉണ്ടാവും. അവരെ പഠിപ്പിച്ച് അവരെ ഉന്നതരാക്കി അവർക്ക് നല്ല ജീവിതം കൊടുക്കാൻ അപ്പനും അമ്മയും ശ്രമിക്കുന്ന ആ ഒരു പഴയ പാരമ്പര്യം, ഇന്ത്യയുടെ പൈതൃകം, അതുതന്നെയാണ് നമുക്ക് നല്ലത്. ലോകം മുഴുവൻ ഇതിന് വ്യത്യസ്തമായി പോകുന്നെങ്കിലും ഇന്ത്യ ഇന്നും പാവങ്ങളായാലും ശരി, റോഡിൽ കിടക്കുന്നവരായാലും ശരി, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയും അവരുടെ മക്കളെ കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന കാഴ്ച ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കും വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അത് നമ്മുടെ പൈതൃകമാണ്. നമുക്ക് വ്യത്യസ്തമായ ഈ രീതിയിലുള്ള മദ്യപാനത്തിലും ഡ്രഗ്സ് വഴിച്ച് ഒരു കുടുംബജീവിതം സക്സസ്ഫുള്ളായി കൊണ്ടുപോകാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കണം. ഇപ്പോൾ ഈ ടിപ്പിക്കൽ തടിയൂരിലെ ഈ വിഭാഗത്തിന് അയാളുടെ ബോധം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. വിവാഹം നിശ്ചയിച്ച് പള്ളി വന്ന് മാന്യന്മാരും വ്യക്തികളും ഒക്കെ നിൽക്കുന്ന സമയത്ത് 4 കാലിൽ ഇറങ്ങി കാറിൽ നിന്ന് വരുന്ന കാഴ്ച, അതൊരു അമേരിക്കൻ സൂട്ട് കിട്ടുക. അതുകൊണ്ട് ഈ വിധത്തിലുള്ള ജീവിതത്തിൽ നിന്ന്, ഈ രീതിയിലുള്ള പെരുമാറ്റത്തിൽ നിന്ന്, ഈ അപകടകരമായ സിറ്റുവേഷനിൽ നിന്ന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽപ്പെട്ട വിദേശത്തും നാട്ടിലും ജീവിക്കുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.